ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2026 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ ഗലാത്തിയ 4-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ. ഒന്നാമത്തെ ചോദ്യം, പിന്തുടർച്ച അവകാശി എപ്പോൾ വരെ അടിമയിൽ നിന്ന് വിഭിന്നനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബാലനായിരിക്കുന്നിടത്തോളം. പിന്തുടർച്ച അവകാശി ബാലനായിരിക്കുന്നിടത്തോളം ആരിൽ നിന്ന് വിഭിന്നനല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അടിമയിൽ നിന്ന്. പിന്തുടർച്ചാവകാശി ആരാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ല. വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും. ബാലനായ പിന്തുടർച്ചാവകാശി പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ ആരുടെയെല്ലാം സംരക്ഷണത്തിലായിരിക്കും, രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും. നമ്മൾ എപ്പോഴാണ് പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നത്? ശിശുക്കളായിരുന്നപ്പോൾ. ദൈവം തൻ്റെ പുത്രനെ അയച്ചത് എപ്പോഴാണ്? കാലസമ്പൂർണത വന്നപ്പോൾ. കാലസമ്പൂർണത വന്നപ്പോൾ തൻ്റെ പുത്രനെ അയച്ചതാരാണ്? ദൈവം. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം ആരെയാണ് അയച്ചത്? തൻ്റെ പുത്രനെ. ദൈവം അയച്ച പുത്രൻ എന്തിനധീനനായാണ് ജനിച്ചത്? നിയമത്തിന്. നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കിയത് എന്തിനാണ്? നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന്. ആരുടെ ആത്മാവിനെയാണ് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത്? തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ. പിതാവായ ദൈവത്തെ പുത്രൻ എപ്രകാരമാണ് വിളിക്കുന്നത്? ആബ. പുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നതിനാൽ ഓരോരുത്തരും ഇനിമേൽ ദാസനല്ല, പിന്നെ ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പുത്രനാണ്. നമ്മൾ ആരാണെങ്കിലാണ് ദൈവഹിതമനുസരിച്ച് അവകാശിയാകുന്നത്? പുത്രൻ. നമ്മൾ പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവകാശി. ദൈവത്തെ അറിയാതിരുന്ന കാലത്ത് ഗലാത്യക്കാർ എന്തിനെയാണ് സേവിച്ചത്? ദൈവമല്ലാത്തവയെ. ഗലാത്യക്കാർ ദൈവമല്ലാത്തവയെ സേവിച്ചത് എപ്പോഴാണ്? ദൈവത്തെ അറിയാതിരുന്നപ്പോൾ. ദൈവത്തെ അറിയുന്ന കാലഘട്ടത്തിൽ എവിടേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുമെന്നാണ് പൗലോസ്ലീഹ ഗലാത്യക്കാരോട് ചോദിച്ചിരിക്കുന്നത്? ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ പ്രപഞ്ചശക്തികളുടെ അടുത്തേക്ക്. ഗലാത്യക്കാർ എന്ത് ആചരിക്കുന്നതിനെക്കുറിച്ചാണ് പൗലോസ്ലീഹ ആശ്ചര്യപ്പെടുന്നത്? ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും. ഗലാത്യക്കാർ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നതുകൊണ്ട് എന്ത് വൃഥാവിലായോ എന്നാണ് പൗലോസ്ലീഹ ഭയപ്പെടുന്നത്? അവരുടെ ഇടയിൽ സ്ലീഹ അധ്വാനിച്ചത്. സഹോദരരെ, നിങ്ങൾ എന്നെപ്പോലെയാകുവിൻ, ഞാൻ തന്നെയും നിങ്ങളെപ്പോലെയാണല്ലോ. ആരുടെ വാക്കുകൾ? പൗലോസ്ലീഹായുടെ. ആര് പൗലോസ്ലീഹായോട് യാതൊരു തിന്മയും പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് സ്ലീഹ പറഞ്ഞത്? ഗലാത്യക്കാർ. പൗലോസ്ലീഹ ആദ്യം ഗലാത്യക്കാരോട് സുവിശേഷം പ്രസംഗിച്ചത് ഏത് അവസരത്തിലായിരുന്നു? ശാരീരിക അസ്വാസ്ഥ്യമുള്ള അവസരത്തിൽ. ഗലാത്യക്കാരോട് സുവിശേഷം പ്രസംഗിക്കാൻ വന്ന അവസരത്തിൽ പൗലോസ്ലീഹായുടെ ശരീരസ്ഥിതി അവർക്കൊരു പരീക്ഷയായിരുന്നിട്ടും അവർ എന്തു ചെയ്തില്ല? സ്ലീഹായെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്തില്ല. ഗലാത്യക്കാർ പൗലോസ്ലീഹായെ ആരെപ്പോലെ സ്വീകരിച്ചു എന്നാണ് സ്ലീഹ പറഞ്ഞത്? ഒരു ദൈവദൂതനെ പോലെ, യേശുക്രിസ്തുവിനെ പോലെ തന്നെ. സാധിക്കുമായിരുന്നെങ്കിൽ ഗലാത്യക്കാർ പൗലോസ്ലീഹയ്ക്ക് വേണ്ടി എന്തുവരെ ചെയ്തു തരുമായിരുന്നു എന്നാണ് സ്ലീഹയ്ക്ക് ബോധ്യമുള്ളത്. സ്വന്തം കണ്ണുകൾ പോലും ചുഴന്നെടുത്ത് തരുമായിരുന്നു. എന്തു ചെയ്യുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത് തന്നെ എന്ന് പൗലോസ്ലീഹ ഗലാത്യക്കാരോട് പറഞ്ഞിരിക്കുന്നത്? നല്ല കാര്യത്തിൽ താൽപ്പര്യം കാണിക്കുന്നത്. എപ്പോൾ വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കും എന്നാണ് സ്ലീഹ ഗലാത്യക്കാരോട് പറഞ്ഞത്? ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ. 4-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ ഗലാത്യക്കാരെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? എൻ്റെ കുഞ്ഞുമക്കളെ. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തനുഭവിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ ഗലാത്യക്കാരോട് പറഞ്ഞത്? ഈറ്റുനോവ്. ഗലാത്യക്കാരെക്കുറിച്ച് അസ്വസ്ഥനായിരിക്കുന്നതിനാൽ പൗലോസ്ലീഹ എന്തെല്ലാമാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ഇടയിൽ സന്നിഹിതനായിരിക്കാനും എൻ്റെ സംസാര രീതി തന്നെ മാറ്റാനും സാധിച്ചിരുന്നെങ്കിലെന്ന്.
എന്തിനു വിധേയരായിരിക്കാൻ അഭിലഷിക്കുന്നവരാണ് ഗലാത്യക്കാർ എന്നാണ് പൗലോസ് ലീഹ പറഞ്ഞിരിക്കുന്നത്? നിയമത്തിന്. അബ്രാഹത്തിന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? 2 പുത്രന്മാർ. ആരിൽ നിന്നെല്ലാമാണ് അബ്രാഹത്തിൻ്റെ 2 പുത്രന്മാർ ജനിച്ചത്? ഒരുവൻ ദാസിയിൽ നിന്ന്, ഇതരൻ സ്വതന്ത്രയിൽ നിന്ന്. അബ്രാഹത്തിന് ആരിൽ നിന്നു ജനിച്ച പുത്രനാണ് ശാരീരികതയിൽ ജനിച്ചത്? ദാസിയിൽ നിന്ന്. അബ്രാഹത്തിന് വാഗ്ദാനപ്രകാരം ജനിച്ച പുത്രൻ ആരിൽ നിന്നാണ് ജനിച്ചത്? സ്വതന്ത്രയിൽ നിന്ന്. അബ്രാഹത്തിൻ്റെ പുത്രന് ജന്മം നൽകിയ ദാസിയായ സ്ത്രീ എവിടെ നിന്നുള്ളവളാണ്? സീനായ് മലയിൽ. ആരാണ് ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിച്ച സ്ത്രീ? ഹാഗാർ. ഹാഗാർ എന്തിൻ്റെ പ്രതീകമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇന്നത്തെ ജെറൂസലേമിൻ്റെ. ഹാഗാർ തൻ്റെ മക്കളോടൊത്ത് എന്തു ജോലിയാണ് ചെയ്തിരുന്നത്? ദാസ്യവൃത്തി. ഡാഷ് സ്വതന്ത്രയാണ്, അവളാണ് നമ്മുടെ അമ്മ എന്നാണ് പൗലോസ് ലീഹ പറഞ്ഞിരിക്കുന്നത്. സ്വർഗീയ ജെറൂസലേം. പ്രസവിക്കാത്ത വന്ധ്യയോട് എന്തു ചെയ്യാനാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക. ഭർതൃമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ ആർക്കാണുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പരിത്യക്തയ്ക്ക്. നമ്മൾ ആരെപ്പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണെന്നാണ് ഗലാത്യക്കാരോട് പൗലോസ് ലീഹ പറഞ്ഞിരിക്കുന്നത്? ഇസഹാക്കിനെ പോലെ. ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനെ ആരാണ് അന്ന് പീഡിപ്പിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശാരീരികതയിൽ ജനിച്ചവൻ. ദാസിയെയും അവളുടെ പുത്രനെയും എന്തു ചെയ്യുവിനെന്നാണ് വിശുദ്ധ ലിഖിതം പറഞ്ഞിരിക്കുന്നത്? നിഷ്കാസനം ചെയ്യുവിൻ. ആരെയെല്ലാമാണ് നിഷ്കാസനം ചെയ്യാൻ വിശുദ്ധ ലിഖിതം പറഞ്ഞിരിക്കുന്നത്? ദാസിയെയും അവളുടെ പുത്രനെയും. ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവിനെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ലാത്തതുകൊണ്ട്. ആരാണ് സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്? ദാസിയുടെ പുത്രൻ. താങ്ക് യു.